ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളരിക്ക കൊണ്ട് പച്ചടി ഉണ്ടാക്കാം, വെള്ളരിക്ക പച്ചടി. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പച്ചമുളകും കൂടെ ഇതുപോലെ അരിഞ്ഞിടണം. ഇനി നമുക്കിത് വെള്ളരിക്ക ഒന്ന് വേവിക്കാൻ അടുപ്പ് വെച്ച് ഇത് വേവട്ടെ, നന്നായിട്ട് വെന്ത് വരണം. നമ്മുടെ വെള്ളരിക്ക ഇവിടെ വെന്ത് വരുന്നുണ്ട്. നമുക്കിതിനകത്തോട്ട് സാധനങ്ങൾ വേണം. അരപ്പ് റെഡിയാക്കണം. അരപ്പ് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു കപ്പ് തേങ്ങ തിരിയത്, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം. ഈ ജീരകവും പച്ചമുളകും തേങ്ങയും കൂടെ ഒന്ന് അരഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു നുള്ള് കടുകും കൂടി ഇട്ട് കൊടുക്കണം. കടുകും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നീട് നമുക്കിതിനകത്ത് തൈരൂടെ ആവശ്യമാണ്. അത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് ഇവിടെ വെച്ചപ്പോൾ ഒരു കപ്പ് തൈര് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ വെള്ളരിക്ക ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുന്നേ പറഞ്ഞ അരപ്പ് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് തൈര് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്കൊരു ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ചൂടായി വരുന്നിടം വരെ നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നന്ദി.